വേറെ ചില ആളുകൾ നന്മകൾ ചെയ്തു. പക്ഷെ ആ നന്മ ചെയ്തപ്പോൾ ഞാൻ വലിയ ആളാണ്, ഞാൻ എല്ലാവരെക്കാളും കേമനാണ്, ബാക്കിയുള്ളവരൊക്കെ ഈമാനും തൗഹീദും അമലുകളും ഒന്നുമില്ലാത്തവരാണ്, അങ്ങനെ ഞാൻ മാത്രം, ഞാൻ വലിയവൻ എന്ന ആ കിബർ, ആ അഹങ്കാരം പിന്നീട് അവനെ നരകത്തിലും എത്തിക്കുമെന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരിക്കലും വഞ്ചിതരാവരുത്. എനിക്കും നിങ്ങൾക്കും അറിയാമോ നമ്മുടെ പര്യവസാനം എങ്ങനെയായിരിക്കുമെന്ന്. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് എന്നെയും നിങ്ങളെയും ഭയപ്പെടുത്തിയേ മതിയാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്നൽ അബ്ദ, ഒരു അടിമ, ലയഅമലു ഫീമാ യറന്നാസു അമല അഹ്ലിൽ ജന്ന വ ഇന്നഹു ലമിൻ അഹ്ലിൻ നാർ. ഒരു മനുഷ്യൻ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും, ആളുകളൊക്കെ കണക്കാക്കും ഈ മനുഷ്യൻ സ്വർഗത്തിലാണ്, കാരണം അത്രയും നല്ല അമലുകൾ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രൂപത്തിൽ. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അയാൾ യഥാർത്ഥത്തിൽ നരകത്തിന്റെ ആളാണ്, നരകക്കാരനാണ്. വയഅമലു ഫീമാ യറന്നാസു അമല അഹ്ലിൻ നാർ. വേറെ ചില ആളുകളുണ്ട്, അവർ നരകത്തിന്റെ പണിയെടുക്കുന്നതായിട്ടാണ് ആളുകൾക്ക് കാണുന്നത്. വഹുവ മിൻ അഹ്ലിൽ ജന്ന, അയാൾ സ്വർഗത്തിന്റെ ആളാണ്. കാരണം വഇന്നമൽ അഅമാലു ബിഖവാതീമിഹാ, അമലുകൾ അല്ലാഹു സ്വീകരിക്കപ്പെടുന്നത് മരിക്കുന്ന സമയത്തുള്ള അവസ്ഥ നോക്കിയിട്ടാണ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത് എന്താണ്? സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്ന മനുഷ്യന്മാർ പിന്നെ അത് അവസാന സമയമാകുമ്പോഴേക്ക് ഇൻഹിറാഫ്, എന്തെങ്കിലും അബദ്ധങ്ങൾ വിശ്വസിക്കുക, ഒന്നെങ്കിൽ ഖുർആനിനെ തള്ളി പറയുക, അല്ലെങ്കിൽ ഹദീസുകളെ തള്ളി പറയുക, അല്ലെങ്കിൽ ദീനിനെ തന്നെ തള്ളി പറയുക, ശരിയായ മൻഹജിൽ നിന്ന് തെറ്റിപ്പോവുക, അല്ലെങ്കിൽ നമസ്കാരം ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ മതം തന്നെ ഉപേക്ഷിക്കുക. എത്രയെത്ര ആളുകൾ, നല്ല മനുഷ്യന്മാരായിരുന്ന ഖുർആനിൽ ഹാഫിളുകളായ ആലിമുകളായ ആളുകൾ പോലും പിന്നീട് നിരീശ്വരവാദികളായി എന്ന വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത്. മനുഷ്യന്റെ അവസ്ഥ അത്രയേ ഉള്ളൂ.